അസ്സലാമലൈക്കും റമദാൻ കരീം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നോമ്പ് എത്തി കേട്ടോ. 2 നോമ്പ് പോയതേ അറിഞ്ഞില്ല. ആദ്യത്തേത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, രണ്ടാമത്തേത് നല്ല പാട് കേട്ടോ. ഇന്നലത്തേത് ഇന്നിനി എങ്ങനെയാണെന്ന് അറിയില്ല. ഓരോ നോമ്പും പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ 10 ഇങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ 30 ആവും. എല്ലാവരും പറയുന്നുണ്ട് വ്ളോഗ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട്. പക്ഷേ എഡിറ്റും കാര്യങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ വിഭാഗത്തിൻ്റെ കാര്യം അവിടെ നിൽക്കും. എന്നാലും മാക്സിമം ഞാൻ നോക്കാം കേട്ടോ. അപ്പം ഒട്ടും ഉറക്കമില്ലാതെയൊക്കെയാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കഴിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ലേറ്റായിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വലിയ വിശപ്പൊന്നും കാണില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പഴവും മുട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആപ്പിൾ എടുത്തിട്ട് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മുടെ മോദി മാമ ബാങ്ക് വിളിച്ചു. ബാങ്കൊക്കെ കേട്ട് കുറച്ച് നേരം നിന്നു. കിളിയൊക്കെ പറഞ്ഞാൽ നിൽക്കുന്ന കുറച്ച് നേരം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമസ്കാരം വരെ ഒരു യാന്ത്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കും. അതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ എല്ലാവരും ഉറങ്ങുന്നത്. സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത്. കാരണം പെട്ടെന്ന് അങ്ങനെ ഉറക്കം വരത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈസുട്ടിന് കൂരവും കൂടി കാച്ചി വെച്ചിട്ടാണ് കേട്ടോ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തത്. അതിന് ശേഷം ബ്രഷൊക്കെ ചെയ്ത് നമസ്കരിക്കാനായിട്ട് പോവുകയാണ്. ഈസുട്ടൻ റൂമിൽ നല്ല ഉറക്കമാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉണരുമെന്നുള്ളത് കൊണ്ട് ഞാൻ പുറത്ത് നിന്ന് ഹാളിൽ നിന്നാണ് കേട്ടോ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചി നമസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ വീഡിയോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 8 മണി വരെയും എഡിറ്റും കാര്യങ്ങളിലൊക്കെ തന്നെയായിരുന്നു. അതിനുശേഷം ഒന്ന് മയങ്ങിയപ്പോഴേക്കും ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹേസുട്ടിന് കുറുക്ക് കൊടുത്ത് അവനെ ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള ക്ലീനിങ് പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ബെഡ് വൃത്തിയാക്കിയിടലും പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് ഇടലും വാഷ് ചെയ്ത ഡ്രസ്സ് വിരിക്കലും പിന്നീട് അത് അടുക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ രാവിലെ ഒരുപാട് കാണും. അപ്പോൾ അതിനിടയിലൊക്കെ ഈസും വാപ്പച്ചിയായിട്ട് നല്ല കാര്യം പറച്ചിലും ബഹളമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ തന്നെ ഹീസുട്ടിനെ കുളിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ വിയർപ്പായിരുന്നു ഹീസുട്ടൻ. അതുകൊണ്ട് രാവിലെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. സ്നാക്സ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു വെള്ളത്തിന്. ഓൾറെഡി ടാങ്കിൽ കളഞ്ഞിട്ടുള്ള വെള്ളവും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ ആളത്തിരി ഒന്ന് ഓക്കെ ആവും. കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷമാണ് ഞാനും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് മയങ്ങി, കാരണം എഡിറ്റൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഹീസുട്ടിനെ ഉറക്കിയതിന് ശേഷം പിന്നീട് അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നീട് ലോഹറൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഹീസുട്ടിന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കൂടെ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവന് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ ഉറങ്ങാൻ ഇഷ്ടമല്ല. അവൻ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ഉണർത്താൻ നോക്കും. അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഉറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എന്നെ എഴുന്നേൽപ്പിക്കണം. അങ്ങനെ ഞാൻ ഈസുട്ടനും കുറച്ച് നേരം കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നേ. നാസിയും മുക്താറുമാണ്. കുഞ്ഞുമ്മയുടെ മോളും ഹസ്ബൻഡുമാണ് കേട്ടോ. അപ്പോൾ അവർ വാപ്പച്ചിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈസുട്ട അപ്പോൾ ഉറക്കമായിരുന്നേ. അവർ ഇറങ്ങിയ സമയത്താണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എഴുന്നേറ്റപ്പോൾ ഭയങ്കര ഒരു കിളി പറന്ന അവസ്ഥയായിരുന്നു കുറച്ച് നേരത്തേക്ക്. അങ്ങനെ ഞാൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കിളിയുടെയൊക്കെ അടുത്ത് കൊണ്ടുപോയി 4 സൈഡും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ചൂട് അപാരമാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണേ. ഇന്ന് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേ ചെറിയൊരു സൗണ്ട് കേട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയത്. അപ്പോഴേക്കും മഴയുണ്ടോ, നല്ല അടിപൊളി ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നോമ്പിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു മഴയായിരുന്നേ. ആദ്യം തുടങ്ങിയ സമയത്ത് ചെറിയ ചെറിയ ചാറ്റൽ പോലെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തകർത്തങ്ങ് പെയ്തു. ഞാനും യേസുട്ടനും പുറത്ത് വന്നിരുന്നു. യേസുട്ടനാണെങ്കിൽ മഴയത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബഹളമായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ അകത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് ഫ്രണ്ടിലിരുന്നിട്ടുണ്ടായിരുന്നേ. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി എന്തായാലും നനഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പൊടി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു, റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് കഴുകേണ്ടി വന്നില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഇന്ന് എന്തായാലും എടുക്കണം, കുറേ ദിവസമായി എടുത്തിട്ട്. അപ്പോൾ സ്റ്റാർട്ടെങ്കിലും ചെയ്ത് വെക്കണം. ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തൊന്നും പോകുന്നില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരിടത്തിലെങ്കിലും പോവും. അപ്പോൾ അങ്ങനെ മഴയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പം പ്രതീക്ഷിക്കാതെ ഒരു ഇടിയങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത ആ ഒരു ഇടിയോട് കൂടി മാറിക്കിട്ടി യേസുട്ടന്. അങ്ങനെ മഴയൊക്കെ ഇതാ ഇങ്ങനെ സൈഡിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ വിചാരിച്ചു ഇഫ്താറിനുള്ള പണികൾ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കറണ്ടെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആപ്പിൾ എടുത്തിട്ട് ഇന്ന് ആപ്പിൾ ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ആപ്പിളൊക്കെ എടുത്ത് റെഡിയാക്കി. ഇതിൽ ആപ്പിള്, പാല്, പിന്നെ ഡേറ്റ്സ്, നട്ട്സ് പൗഡർ, പിന്നെ ഏലക്കാപ്പൊടി, ഇത്രയാണ് ഇടുന്നത് കേട്ടോ. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇപ്പോൾ എല്ലാത്തിലും പോകുന്നത് ഡേറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ്സും ചേർത്തിട്ടുണ്ടായിരുന്നു. യേസുട്ട എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സൈഡിലും വെച്ച് ചിക്കൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി കൊടുത്തതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് എല്ലാ പണികളും പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ഫ്രൂട്ട്സൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ആപ്പിൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷുഗറും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് പേരയ്ക്ക. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയിലുള്ള പേരയ്ക്ക ആയില്ല ഇപ്രാവശ്യം. കാരണം ഞാൻ ഇന്നലെയെല്ലാം മിനിങ്ങാന്ന് ഓട്ടോമൊബൈലിൽ പറഞ്ഞിട്ടാണ് ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പേരയ്ക്കയാണ് കേട്ടോ. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലായിരുന്നു. ഇത് മറ്റേ ഒരു തമിഴ്നാട് അവിടെയൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള പേരയ്ക്കയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളതും അല്ല, എന്നാൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ആ ഒരു സോഫ്റ്റ്നെസ്സും ഇല്ലാത്ത പേരയ്ക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും പേരയ്ക്ക ഇഷ്ടമാണ്. അങ്ങനെ പേരയ്ക്കയൊക്കെ കട്ട് ചെയ്തു. പിന്നെ മുന്തിരിയൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം സമൂസ ഷീറ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫില്ലിങ് പിന്നീട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അതും കൂടി എടുത്തിട്ട് ഫില്ല് ചെയ്ത് സമൂസ ഷീറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉമ്മച്ചി ഇതവിടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഒരു സമൂസയും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സമൂസയൊക്കെ റെഡിയാക്കി അതിനുശേഷം എല്ലാം ടേബിളിലൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് മുസമ്പിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കാനുള്ളതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇരിക്കും. ഫസ്റ്റ് ഒരു അറ്റാക്ക് ഉണ്ടല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത്, ആ ഒരു അറ്റാക്ക് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും.
അതിനുശേഷം അവിടെ തന്നെ ഇരിക്കും. പിന്നെ അത് മൂടി വെക്കണം, പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നീട് തറാവിയൊക്കെ കഴിയുന്ന സമയത്താണ് നന്നായിട്ട് വിശക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കും. അതിനുശേഷം കഴിക്കാനുള്ള മെയിൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഷേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാഴയ്ക്കപ്പം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ പഴംപൊരി. അതിനുശേഷം അങ്ങനെ നമ്മുടെ ഷേക്ക് കുടിച്ചു. കടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. മുമ്പ് പ്ലെയിനായിട്ട് ഒരു ആപ്പിളിൻ്റെ പകുതിയും പാലും ഇട്ട് അടിച്ചതിന് ശേഷം അരിഞ്ഞിടുമായിരുന്നു. ചെറിയ ചോപ്പ് ചെയ്തിട്ട് ആപ്പിൾ അതിനകത്ത് ഇടുമായിരുന്നു. അപ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു സ്മൂത്തി പോലെ കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നമസ്കരിച്ചതിന് ശേഷം യാസീൻ ഓതി. ഇന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഓതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഹീസൂട്ടിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു, ദേഹമൊക്കെ കഴുകിയിട്ട് അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഓട്സ് കഴിഞ്ഞതുകൊണ്ട് പപ്ജി ഓട്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഓട്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ബൈക്കിലൊന്ന് പോയിട്ട് ഓട്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ രസമായിരുന്നു കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നടക്കുന്ന ദൂരേ ഉള്ളൂ. പിന്നെ എന്തായാലും വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പവും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കുന്ന ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. ഇതിനേക്കാളും ടേസ്റ്റാണ് ലഗോൺ ചിക്കൻ വെക്കുന്ന സമയത്ത്, നാടൻ ചിക്കൻ വെക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.